പെറോട്ടയ്ക്കും ചപ്പാത്തിക്കൊക്കെ പറ്റിയ മുട്ടയും മീനും ഇറച്ചിയൊന്നും ഇല്ലാത്ത ഒരു കിടുക്കാച്ചി കറി തയ്യാറാക്കാമേ. അപ്പം നമുക്ക് തേങ്ങയും പൊട്ടുകടലയും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഇഞ്ചിയും തക്കാളിയും പച്ചമുളകും പാകത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് അരച്ചെടുക്കാം. ഡീറ്റെയിൽ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാമേ. കുക്കറിൽ എണ്ണ ഒഴിച്ചിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, പിന്നെ സവാള, തക്കാളിയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് ഈ പൊടികൾ മല്ലിയിലയും പുതിനയിലയും പിന്നെ നമ്മൾ ഈ അരച്ച അരപ്പും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വിസിലിട്ടിട്ട് ഒരു 3 വിസിൽ വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. അതിന് ശേഷം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ നിങ്ങൾക്ക് ലൂസ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ചപ്പാത്തി, പൊറോട്ട, ഇടിയപ്പം ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി സാലനയാണ് കേട്ടോ, തക്കാളി സാലന. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണം. ഇത് തന്നെ നമുക്ക് ചിക്കൻ ചേർത്തും ഉണ്ടാക്കിയെടുക്കാം. അപ്പം നിങ്ങൾ ഈ സാലന ഉണ്ടാക്കാറുണ്ടോ എന്ന് കൂടി ഒന്ന് പറയൂ കേട്ടോ.